ബലി നമ്മൾ അർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഈ ദൗത്യം നമുക്ക് ലഭിച്ചപ്പോൾ ആ ദൗത്യം സ്വീകരിക്കുന്നതോടൊപ്പം ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നറിയാൻ ഒരു മീറ്റർ ഉണ്ട്. അത് കടയിൽ പോയാൽ കിട്ടില്ല. ബൈബിളിലേക്ക് വരണം. ബൈബിളിലേക്ക് വരുമ്പോൾ യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുന്നു. ഇതാണ് ആ മീറ്റർ. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുന്നു. ഒരു ഫലം കിട്ടിയാൽ ആ ഫലം ഏതിൽ നിന്നാണ് വന്നതോ ആ വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു വൃക്ഷത്തെ മാത്രം കണ്ടാൽ അതെന്ത് വൃക്ഷമാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ഫലം ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഫലമായിരിക്കും. ഇപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം പറയുകയും നല്ലത് മാത്രം ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. നേരെ മറിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ടാകും, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടാകും, പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ചപ്പേ ചവറേ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലോ പരിശുദ്ധാത്മാവ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇല്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ വീണ്ടും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഉപാധിയാണ് പരിശുദ്ധ കുർബാന. ഓരോ കുർബാനയിലും നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കും. പരിശുദ്ധ കുർബാന സ്വീകരണം വഴി യേശുനാഥൻ യേശുവിൻ്റെ ശക്തിയോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. അവിടെ യേശുനാഥൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ, ഒരു ഇറച്ചി തിന്നാൽ എന്താ സംഭവിക്കുക? ആ ഇറച്ചി നമ്മുടെ ശരീരമാകും, നമ്മുടെ ശരീരത്തിലേക്ക് വരും, നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും. പച്ചക്കറി തിന്നാലും ഇത് തന്നെ സംഭവിക്കും, പാല് കുടിച്ചാലും ഇത് തന്നെ സംഭവിക്കും. ഒരു യേശുവിനെ ഭക്ഷിച്ചാലോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് യേശു നമ്മുടെ ശരീരമായിട്ട് മാറും എന്ന് ചിന്തിക്കും. പക്ഷെ അതല്ല സംഭവിക്കുക. അതാണ് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ശരീരമായിട്ടല്ല യേശു മാറുന്നത്, മറിച്ച് നമ്മെ യേശുവിലേക്ക് കൊണ്ടുപോകും. നമ്മളൊക്കെ യേശുവിൻ്റെ ഭാഗമായിട്ട് മാറും. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. മാങ്ങ ഉപ്പിലിടാറില്ലേ? ഈ മാങ്ങ ഉപ്പിലിടുമ്പോൾ മാങ്ങ എടുത്ത് വാട്ടി അത് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങയിലുള്ള സത്ത് ഉപ്പ് വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോകുമോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം മാങ്ങയിലിട്ട് കയറിപ്പോകുമോ? ഏതാ ചെയ്യുക? ഉപ്പുവെള്ളം മാങ്ങയിലിട്ട് കയറിപ്പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ശക്തിയുള്ളിടത്തേക്ക് ശക്തി കുറഞ്ഞത് കയറിപ്പോകും. അപ്പം യേശുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ച നമ്മൾ യേശുവിലേക്ക് പ്രവേശിക്കും. അത് വിശ്വാസമുണ്ടായെങ്കിൽ മാത്രം. അതേസമയം വിശ്വാസമില്ലാതെ ആ ഓസ്തി മാത്രമായിട്ട് സ്വീകരിച്ചാലോ, അതിൽ യേശു ഉണ്ടെന്ന് ചിന്തിക്കാതെ നമ്മൾ സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു കൊച്ച അപ്പക്കഷ്ണത്തിൻ്റെ ഗുണം ശരീരത്തിന് കിട്ടും എന്നല്ലാതെ യേശു അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഓർക്കണം, യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടാവണം. മാത്രം പോരാ, കുമ്പസാരിക്കണം. കുമ്പസാരം എന്ന് പറയുമ്പോൾ പാപം ഏറ്റുപറഞ്ഞിട്ടുള്ള കുമ്പസാരമാവണം, പട്ടിക കുമ്പസാരമാവരുത്. ചിലപ്പോൾ ആണ്ടുകുമ്പസാരം എന്ന് പറഞ്ഞിട്ട് കുമ്പസാരിക്കും. തല്ലി പിച്ചി മാന്തി തോണ്ടി കട്ട് തിന്ന് ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം വന്നാലും ഇത് തന്നെ പറയും. അത് കുമ്പസാരം ആവില്ല. കുമ്പസാരം എന്ന് പറയുമ്പോൾ പാപമുണ്ടോ എന്ന് ആദ്യം നോക്കണം. നാം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ചെയ്തികൾ കൊണ്ടോ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോൾ ചിലപ്പോൾ തോന്നാറില്ലേ, വേണ്ടിയില്ലായിരുന്നു, തോന്നാറില്ല? എനിക്കൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഉറപ്പ് ആ ചെയ്തത് പാപമാണ്. അങ്ങനെ തോന്നുന്ന സംഭവങ്ങൾ അതുപോലെ വൈദികനോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊന്ന് ശുദ്ധമാക്കി കിട്ടും. അവിടെ യേശു വരുമ്പോൾ നാം യേശുവിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. നമ്മൾ യേശുവിൻ്റെ ഭാഗമായിട്ടും മാറും. അങ്ങനെയുള്ള യേശുവിനെ സ്വീകരിക്കണ്ടേ നമുക്ക്?
ഓരോ ദിവസവും സ്വീകരിക്കുമ്പോൾ അത്രമാത്രം ദൈവശക്തി നമ്മിലുണ്ടാകും. ഞായറാഴ്ച മാത്രം മതിയോ? ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞായറാഴ്ച മാത്രം യേശുവിനെ സ്വീകരിക്കുന്നവരോട്, എന്താ ഞായറാഴ്ച വരുന്ന യേശുവിന് കൊമ്പമീശ ഉണ്ടോ? എല്ലാ ദിവസവും വരുന്ന യേശു ഒരുപോലെയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ആ യേശുവിനെ എത്ര പ്രാവശ്യം, എത്ര ദിവസങ്ങളിൽ സ്വീകരിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം ശക്തി നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ യേശുവിനെ സ്വീകരിക്കാനും യേശുവിൻ്റെ ബലി ഭക്തിപൂർവ്വം അർപ്പിക്കാനും നമുക്ക് ശ്രമിക്കാം. യേശുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ദൈവമേ കാരുണ്യമോടെ കാഴ്ചകൾ കൈക്കൊള്ളണേ, കാഴ്ചകൾ കൈക്കൊള്ളണേ. സ്നേഹത്തിൻ സ്വർണവും ക്ലേശമാം കുന്തിരിക്കവും കാഴ്ചയായി കൈക്കൊള്ളണേ. ത്യാഗത്തിൻ നീരയും സ്നേഹത്തിൻ സ്വർണവും ക്ലേശമാം കുന്തിരിക്കവും കാഴ്ചയായി കൈക്കൊള്ളണേ. കാരുണ്യമോടെ കാഴ്ചകൾ കൈക്കൊള്ളണേ, കാഴ്ചകൾ കൈക്കൊള്ളണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പിതാവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി കാരുണ്യപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ കുരിശുമരണവും ഉത്ഥാനവും ഓർത്തുകൊണ്ട് ഈ സ്നേഹകുദാശ ഐക്യത്തിൻ്റെ പ്രതീകവും ഉപമയുടെ അടയാളവുമായി തീരുവാൻ അനുഗ്രഹമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും കൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങും എന്നേരവും
ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താ മാമല വേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മേവിടുമീ ജനം ആർത്തഭക്ത്യാ. തന്നുയിർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിതുദ്ഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദവായ്പോട് വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമായി. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നത